ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കിങ്ങിൻ്റെ ഇടയിലാണ്. സോ അതിൻ്റെ ഒരു വ്ളോഗാണ്. എന്തൊക്കെ എസെൻഷ്യൽ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോകുമ്പോൾ ആവശ്യം വരിക എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു വ്ളോഗും കൂടി ആയിട്ടാണ് കേട്ടോ അത്. നമുക്ക് ഫസ്റ്റ് നിങ്ങളെ കൊണ്ടുപോകാൻ പാടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വാങ്ങാൻ പാടാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. The most important thing I want to share with you is that നിങ്ങളുടെ കോളേജുകാർ പറയും അവരെല്ലാം പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഞങ്ങൾ ബെഡ് തരാം, പില്ലോ തരാം, ബ്ലാങ്കറ്റ് തരാം, ബക്കറ്റ് തരാം, കുട തരാം എന്നൊക്കെ പറയും. നിങ്ങൾ പൈസ മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയും. വിശ്വസിക്കരുത്. ബിക്കോസ് നിങ്ങൾ ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഇല്ല എന്നല്ല, ബട്ട് കുറവായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവിടെയുള്ള പിള്ളേരോട് ചോദിക്കണം, ഹോസ്റ്റലേഴ്സിനോട് ചോദിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിയേ, ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഹോസ്റ്റലിലോട്ട് പോകാൻ. ആൻഡ് ദ അതർ തിങ് ഈസ് കുറേ പ്ലേറ്റും കുപ്പിയും അതേപോലെ എന്താ പറയുക മഗ്ഗും സ്പൂണും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകല്ലേ. ഒരു പ്ലേറ്റ്, ഒരു മഗ്, ലൈക്ക് ഒരു സ്പൂൺ അങ്ങനെ കൊണ്ടുപോകും. എല്ലാം കൂടി കൊണ്ടുപോയി നമ്മൾ അത് കഴുകാൻ വെക്കണം, അത് ഉണക്കാൻ വെക്കണം, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത്. അതായത് നിങ്ങൾ യൂസ് ചെയ്യാത്ത ക്ലോത്ത്. നിങ്ങളിങ്ങനെ ഇതിടാം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്നില്ല, ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഇടും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നിങ്ങൾ ഈ ഡ്രസ്സൊന്നും ഇടാനേ ചാൻസ് ഇല്ല. ഹോസ്റ്റലിൽ വന്നപ്പോൾ യൂണിഫോം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പോലും നിങ്ങൾ മറന്നു പോകും കേട്ടോ. നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് നോട്ട് ബ്രിങ് ടു യുവർ ഹോസ്റ്റൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ വാരി വലിച്ചുള്ള ഡെക്കറേഷൻ ഐറ്റംസ് കൊണ്ടുവരരുത്. ബിക്കോസ് ഈ ഇപ്പോഴത്തെ റീൽസിലും അതേപോലെ വ്ളോഗിലൊക്കെ കാണുന്ന ഈ എസ്തെറ്റിക് ലുക്കുള്ള റൂം ആക്കാൻ വേണ്ടി നിങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഇതൊക്കെ വെക്കാനുള്ള സ്പേസ് ഉള്ള ഹോസ്റ്റൽ റൂം ആണോ നിങ്ങളുടെ? 2 ഷെയർ ആണോ? അല്ലെങ്കിൽ സിംഗിൾ ഷെയർ ഒക്കെ ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 3 ഷെയറും 4 ഷെയർ ആയിട്ടുള്ള ഹോസ്റ്റലിലും അതേപോലെ ഡോർമെറ്ററിയും മറ്റാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. വേസ്റ്റ് എവിടെയെങ്കിലും പൊടി പിടിച്ച് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് പറയാം. നിങ്ങൾക്കൊരു മിറർ നിർബന്ധമാണ്. ബിക്കോസ് ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മുടെ കോളേജുകളിൽ. സോ ഒരു ലൈക്ക് മിറർ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മിറർ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. സോ നിങ്ങൾക്കായിട്ട് ഒരു മിറർ കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമുള്ള മെഡിസിൻസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇപ്പോൾ ബാൻഡേജ് ആവാം, അല്ലെങ്കിൽ വല്ല സ്പ്രെയിന് വേണ്ടിയിട്ടുള്ള വല്ല ഓയിൻമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ വല്ല സ്പ്രേ ആവാം, ആൻഡ് ബഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കണം. ലൈക്ക് ദിസ് ഈസ് മൈ പൗച്ച്. ഇത് എൻ്റെ ലൈക്ക് മെഡിക്കൽ പൗച്ചാണ്, മെഡിസിൻ പൗച്ചാണ്. എൻ്റെ കണ്ടോ മൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോറി, വോളിനി, പാരസെറ്റമോൾ, പിന്നെ എൻ്റെ വൈറ്റമിൻ ഗുളികകളും അയൺ ടാബ്ലറ്റ്സും, പിന്നെ ടൈഗർ ബാം, ക്ലിയർ ഫുഡ്. ഇത് ലൈക്ക് ഫുഡ് ക്രീം എന്തിനാണെന്ന് വെച്ചാൽ ലൈക്ക് ഞങ്ങളുടെ അവിടെ നല്ല തണുപ്പാണ്, വിണ്ട് കയറും, നമ്മുടെ ലൈക്ക് കാലിൻ്റെ അടിയൊക്കെ വിണ്ട് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇങ്ങനത്തെ വല്ല ഫുഡ് ക്രീമൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. അതിൽ കുറേ 2 ടൈപ്പ് ഓഫ് ഫുഡ് ക്രീം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ ഒരു പൗച്ചിലാക്കി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ബഡ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, ഒരു സ്പൂണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇപ്പം ഞാനാന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു മഗ് ലൈക്ക് കോഫി കുടിക്കാൻ ഒരു മഗ് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് ഒരു പ്ലാസ്റ്റിക് മഗ് ഉണ്ട്, ലൈക്ക് അത് എനിക്ക് ലൈക്ക് ഗ്രീൻ ടീയോ അങ്ങനെ വല്ലതും അല്ലെങ്കിൽ കോൾഡ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാനായിട്ടൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടിഫിൻ ബോക്സ്, ഇൻ കേസ് എനി എമർജൻസി നമുക്ക് ടിഫിൻ ആക്കിയിട്ട് പോകണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടിഫിൻ ബോക്സ്, അല്ലെങ്കിൽ അതിനെ തന്നെ ഞാൻ സ്റ്റോറേജ് ബോക്സ്, ഇപ്പോൾ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയാൽ ഈ ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ലൈക്ക് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ബാങ്ക് ആണ് നിങ്ങളുടെ ഫോണിന്. ബിക്കോസ് എപ്പോഴും ചാർജ് ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. അതേപോലെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടൂറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ആക്ടിവിറ്റിക്ക് വേണ്ടി പുറത്ത് പോകുമ്പോൾ ചാർജർ എപ്പോഴും കിട്ടണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ലൈക്ക് ഓക്കെ പവർ ബാങ്ക് എടുത്തിട്ട് പോകാം. ഹോസ്റ്റലിൽ വന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു പവർ ബാങ്ക് നല്ലതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, 2 ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ്സ് വേണം. ഞാൻ 2 എണ്ണം പറയാൻ കാരണം ഇപ്പോൾ ഒരു ആഴ്ചയ്ക്ക് നമ്മൾ വിരിക്കുകയാണെങ്കിൽ 1 വീക്കിൽ വിരിച്ച് ആ വീക്ക് നമ്മളത് ലോണ്ടറിക്ക് കൊടുക്കുമ്പോൾ അടുത്ത വീക്കിന് നമുക്കൊരു ലൈക്ക് ബാക്കപ്പ് ആയിട്ട് ലൈക്ക് ഒരു ബെഡ്ഷീറ്റ് വേണമല്ലോ. സോ ഞാൻ 2 ബെഡ്ഷീറ്റ് എങ്കിലും എടുക്കും. ആൻഡ് ഇതേപോലെ ബ്ലാങ്കറ്റ്, നല്ല തിക്കുള്ള ബ്ലാങ്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ബിക്കോസ് അവിടെ എന്ന് പറഞ്ഞാൽ 16 ഡിഗ്രി ഒക്കെ ചിലപ്പോൾ നൈറ്റ് പോകും. സോ എനിക്ക് അത്രയും, ഞാൻ പാലക്കാട് നിന്നായതുകൊണ്ട് എനിക്ക് അത്രയും തണുപ്പൊന്നും പറ്റില്ല. എനിക്കൊരു 25 താഴെ പോയാൽ തന്നെ ഐ ഫീൽ ലൈക്ക് ഞാൻ ഭയങ്കര കോൾഡ് ഫീൽ ചെയ്യും. സോ ഞാൻ നല്ല തിക്കായിട്ടുള്ളൊരു പുതപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് തിങ് സ്റ്റോറേജ് ബോക്സ് ആണ്. സ്റ്റോറേജ് ബോക്സ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാം കൂടി സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്രോപ്പർ സ്പേസ് ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് ഇന്നേഴ്സ് സ്റ്റോർ ചെയ്യാനൊരു ബോക്സ്, അല്ലെങ്കിൽ ഒരു ബാഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് ഓർ പെൻ സ്റ്റാൻഡ് ഒക്കെ ലൈക്ക് പെന്നൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. സോ എനിക്ക് അവിടെ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ട്. അതേപോലെ ഇതെൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിന് ഞാൻ ആക്ച്വലി പഴയൊരു ബോക്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് പൊട്ടും എൻ്റെ ലൈക്ക് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എവറിത്തിങ് ഇതിനുള്ളിൽ എൻ്റെ ഏകദേശം
ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഞാൻ ഈ ബോക്സിനെ സ്റ്റോറേജ് ബോക്സ് ആക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ലോക്ക്ഡ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിൽ എൻ്റെ മേക്കപ്പ് ഐറ്റം, എൻ്റെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല, പക്ഷേ ഉള്ളത് ഞാൻ ഇതിലാണ്, ലൈക്ക് എൻ്റെ മോയ്സ്ചറൈസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വെക്കുന്നത്. നെക്സ്റ്റ് തിങ് ടോയ്ലറ്ററീസ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നേരത്തെ വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. മേ ബി കോളേജിൻ്റെ പുറത്ത് കിട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഇപ്പം ലൈക്ക് ഓൺലൈൻ ഡെലിവറി ചോദിച്ചാൽ ചിലപ്പോൾ കോളേജിൻ്റെ ഭാഗത്തായിട്ട് ഡെലിവറി ഉണ്ടാവാൻ ചാൻസസ് കുറവായിരിക്കും ഹോസ്റ്റലിലോട്ട്. സോ ഇങ്ങനത്തെ ഐറ്റംസ്. ആൻഡ് അടുത്ത മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ കേബിൾ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കോഡും അതേപോലെ എക്സ്റ്റൻഷൻ പ്ലഗ് ഒക്കെയാണ്. ലൈക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഹോസ്റ്റൽ ലൈഫിൽ. ബിക്കോസ് ഹോസ്റ്റൽ റൂമിൽ ആകെ 1-2 പ്ലഗ് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫോണും ലാപ്ടോപ്പും അതുപോലെ ഹെഡ്സെറ്റിൻ്റെ ചാർജ് ചെയ്യാനോ എല്ലാം കൂടി ചാർജ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ ഇത് ഫുൾ റൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ കോഡ് നല്ലതായിരിക്കും. ബിക്കോസ് സ്ക്വയർ ടൈപ്പ് വരുന്നതുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മേ ബി പുറത്തുനിന്ന് വാങ്ങിയ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒരുപാടൊന്നും യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഇല്ല. ലൈക്ക് കിറ്റിലോ അതുപോലെ ബ്ലെൻഡർ അങ്ങനത്തെ സാധനമൊന്നും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എങ്ങാനും കൊണ്ടുവന്നിട്ട് അത് കണ്ടാൽ ഞങ്ങൾക്ക് ഫൈൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഭാഗത്തോട്ട് പോകാം കേട്ടോ. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് നോക്കിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് വാട്ടർ ബോട്ടിൽ. ഇത് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി തണുത്തൊരു ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് കുറച്ചും കൂടി എളുപ്പം. ബിക്കോസ് ഇതിൽ ചൂട് നിൽക്കും തണുപ്പ് നിൽക്കും. തെർമോ ഇതുള്ളതാണ്. ആൻഡ് ഇതിന് 2 ലിഡ് വരുന്നുണ്ട്. ഒരു സിപ്പ ബോട്ടിലായിട്ടും ഒരു നോർമൽ ഇങ്ങനത്തെ ബോട്ടിലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റിയും കൊള്ളും. ഞാൻ ഈ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രം മൈ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ്. പിന്നെ നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ടവൽസ് ആണ്. അല്ലെങ്കിൽ ലൈക്ക് ഹാൻഡ് ടവൽ ആവാം, ബാത്ത് ടവൽ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും വാട്ട് യു പ്രിഫർ. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഈ ടവലൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉള്ളിൽ തന്നെ ഉണക്കിയിടുന്നതുകൊണ്ട്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തോർത്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണങ്ങി കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് സ്റ്റഡി ലാമ്പ്. സ്റ്റഡി ലാമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇഫ് യു ആർ ഗോ ടു സ്റ്റഡി നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലാമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കണം, റൂമിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റഡി ലാമ്പ് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. ആൻഡ് മേ ബി കറണ്ട് ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇവൻ ദോ ജനറേറ്റർ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോകും. അതർ തിങ് ഇസ് ഹുക്കുകൾ, അതായത് ഈ വാക്യൂം സീലുള്ള ഹുക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നിങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഹോസ്റ്റലിലെ റൂൾസും കൂടി നോക്കണം. ബിക്കോസ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ പെയിന്റ് മറ്റേ ഇളകി പോയാൽ ഞങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റ് ഒന്ന് പിടിക്കുന്നൊക്കെ പറഞ്ഞേക്കുന്നത്. സോ ഈ ഹുക്ക് വെച്ച് നമ്മൾ അതുപോലെ വോളൊക്കെ വൃത്തിയേടാക്കരുത്, നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഹുക്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇംപ്ലാന്റഡ് ആയിട്ടുള്ള ഹുക്കുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ആണ്. ബക്കറ്റ് എന്ന് പറയുമ്പോൾ ബക്കറ്റും മഗ്ഗും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഹോസ്റ്റൽ ഷവർക്ക് ഇപ്പോഴും ലൈക്ക് ആരും യൂസ് ചെയ്യാത്ത പോലെയാണ് അവിടെ ഇരിക്കുന്നത്. സോ ബക്കറ്റും മഗ്ഗും ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർജൻറ്റ്, അല്ലെങ്കിൽ സോപ്പ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആവാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഞാൻ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാനിപ്പോൾ വീട്ടിൽ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അമ്മ മീഷോന്ന് വാങ്ങി തന്ന ഒരു ഐറ്റം ഉണ്ട് ഈ സാധനം. ഇതിങ്ങനെ ലൈക്ക് റോൾ ചെയ്താൽ ഇതിൻ്റെ അടിയിൽ സോപ്പ് വെക്കും, ഇതിൻ്റെ ഉള്ളിൽ സോപ്പ് വെക്കും. ഇതാണ് സോപ്പ്, ഞാൻ പാക്കറ്റ് വിളിച്ചില്ല. എന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡ്രസ്സിൽ ഇങ്ങനെ റോൾ ചെയ്താൽ സോപ്പ് അതിലാവും എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു സംഭവമുണ്ട്. അതുപോലെ ടോയ്ലറ്ററീസിൽ സോപ്പൊക്കെ വാങ്ങുമ്പോൾ അതിനൊരു സോപ്പ് ബോക്സും കൂടി വാങ്ങുന്നത് നല്ലതായിരിക്കും. എൻ്റെ സോപ്പിനൊക്കെ ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ ബോഡി വാഷ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ ബ്രൂം അല്ലെങ്കിൽ മോപ്പൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങളുടെ റൂം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഡസ്റ്റ്ബിൻ നല്ലതായിരിക്കും. മേബി ഈ മോപ്പും ബ്രൂമും ഡസ്റ്റ്ബിനൊക്കെ ലൈക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ സ്ലിപ്പർ വാങ്ങാം, വാഷ്റൂമിൽ യൂസ് ചെയ്യാൻ ഒരു സ്ലിപ്പറോ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ സ്ലിപ്പേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്ലിപ്പേഴ്സ് വാങ്ങാം. ഞാൻ ആക്ച്വലി 2 സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വാഷ്റൂമിലോട്ട് ഒന്ന്, അതേപോലെ റൂമിൻ്റെ ഉള്ളിൽ വേറൊരു സ്ലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ കാഷ്വൽ ആയിട്ടുള്ള എൻ്റെ ഒരു സ്ലിപ്പറും കൂടി ഉണ്ട്, ലൈക്ക് എൻ്റെ ഒരു ചെരുപ്പും കൂടി ഉണ്ട്. ദെൻ ഒരു ഷൂ ഉണ്ട്. ദെൻ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസിന് ലോക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ, ഓപ്പൺ അല്ല ക്ലോസ് ടൈപ്പ് ആണെങ്കിൽ ഒരു ലോക്ക് വാങ്ങുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ തന്നെ ഓപ്പൺ ആയതുകൊണ്ട് ലോക്കൊന്നും കാര്യമില്ല. അതുപോലെ റൂം ലോക്ക് ചെയ്യാൻ ഒരു ലോക്ക് വാങ്ങുന്നതും നല്ലതായിരിക്കും. അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുക, കോളേജിന് വല്ല റൂൾസ് ഉണ്ടോ അല്ലെങ്കിൽ കോഡ് ഉണ്ടോ, ഡ്രസ് കോഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ യൂണിഫോം ഉള്ള സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോയിട്ടും കാര്യമില്ല, നിങ്ങളവിടെ ഫുൾ ടൈം ലൈക്ക് യൂണിഫോമിലായിരിക്കും. പുറത്തു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്റ്റലിൽ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പൈജാമാസ് ആയിരിക്കും, എന്താ പറയുക, ഷോർട്ട്സും ടോപ്പ് അങ്ങനത്തെ കാഷ്വൽ ഡ്രസ്സുകളായിരിക്കും. സോ കൊണ്ടുവരുന്ന ഡ്രസ്സ് ഒരു ലിമിറ്റിൽ കൊണ്ടുവരിക. നിങ്ങളൊരു 4 ഡ്രസ്സ് കൊണ്ടുവരിക, അത്യാവശ്യം വീട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോയിട്ട് അടുത്ത 4 ഡ്രസ്സ് കൊണ്ടുവരിക, അങ്ങനെയും മതി. ലൈക്ക് ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. ചിലപ്പോൾ എല്ലാം കൂടി കൊണ്ടുവന്ന് ഈ സൂട്ട് കേസിൽ വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൂപ്പൽ പഠിക്കും, പൊടി പഠിക്കും, വെറുതെ ഡ്രസ്സ് കേട് വരും. പിന്നെ അതല്ലാതെ കുറച്ച് എഡ്യൂക്കേഷണൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫയൽ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യം വരും, വല്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. ആൻഡ് കുറച്ച് റഫ് നോട്ട്. ഞാൻ
റഫ് നോട്ട്സ് കൊണ്ടുപോകാൻ കാരണം ഓരോ ടീച്ചേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് നോട്ട് വേണമെന്നുണ്ടാവും. ചിലർ പറയും ലോങ് പ്ലെയിൻ വേണം, അല്ലെങ്കിൽ ചിലർ പറയും ഷോർട്ട് മതി, പ്ലെയിനോ അല്ലെങ്കിൽ റൂൾഡ് അൺറൂൾഡ് മതി എന്നൊക്കെ പറയും. സോ ഞാൻ നോട്ട്ബുക്സ് അങ്ങനെ വാങ്ങാറില്ല, മോസ്റ്റ്ലി അവിടെ നിന്ന് വാങ്ങാൻ വിചാരിക്കും. ഞാൻ റഫ് നോട്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജേർണലാണ്. എൻ്റെ ഒരു ഡയറി എൻട്രി പോലെ എൻ്റെ ജേർണൽ സാധനങ്ങളുണ്ട്. 2025 എൻ്റെ ബുക്സ് ഞാൻ ഇതെൻ്റെ കോളേജിലോട്ട് കൊണ്ടുപോകും. പിന്നെ അതല്ലാതെ കൊണ്ടുപോകാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൗച്ച്, ലൈക്ക് പെന്നും പെൻസിലൊക്കെ ഇടാനുള്ള ഒരു പൗച്ച്. പിന്നെ അതിൻ്റെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള 2-3 പെന്നും പെൻസിലും ഒരു സ്കെയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഹൈലൈറ്റർ ഒക്കെ ഇരിക്കുന്നത് എന്തായാലും പെണ്ണ് കൊണ്ടുപോകാൻ നോക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്നാക്സ്. സ്നാക്സ് ഇല്ലാതെ നമ്മളൊരു ഹോസ്റ്റലിലേക്കും പോവില്ല. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങി വെച്ചേക്കുക. ബിക്കോസ് ഞങ്ങളുടെ അവിടെ കുക്കിംഗ് അലൗഡ് അല്ല. നമുക്ക് ഇങ്ങനത്തെ സ്നാക്സുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നൂഡിൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ കെറ്റിൽ കുക്കിംഗ് ഒക്കെ ഇല്ലേ, അതൊന്നും എനിക്ക് പറ്റാത്തൊരു സംഭവമാണ്. ആൻഡ് അതല്ലാതെ ഇപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ലൈക്ക് ഇങ്ങനെ ചമ്മന്തിപ്പൊടിയും എല്ലാം പിടിച്ച് വെച്ചേക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ആൻഡ് ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ മെസ്സിലിരുന്ന് കഴിക്കണം, ഹോസ്റ്റൽ റൂമിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഫുഡൊന്നും. സോ ഇറ്റ്സ് ബിറ്റ് ബുദ്ധിമുട്ടാണ്, എന്നെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം.